നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ MLA. നെടുങ്കണ്ടം മെഴുകുംവയലിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഭൂമി ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മണ്ഡലത്തിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയതായി ഉടുമ്പൻചോല MLA MM മണി. ഇടതുപക്ഷത്തിന്റെ ഭൂമി പതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായി UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട് യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ MLA. പാലത്തിലെ കുഴികൾ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. എന്നാൽ ടൗണിൽ റീജിയണൽ ഓഫീസിന് സമീപം വരെയുള്ള റോഡിന്റെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ നടത്തുന്നുവെന്ന സമീപനമാണ് NHAIക്കുള്ളത്. ഈ സമീപനം ഉപേക്ഷിക്കണമെന്നും പാലം കൂടി പുതുക്കിപ്പണിയാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാകണമെന്നും MLA ആവശ്യപ്പെട്ടു. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ദിവസവും വലിപ്പമാർജിച്ച പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിലൂടെ യാത്ര നിരോധിച്ച അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. കുഴികൾ വീണ്ടും പഴയപടിയായി. കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് വിഷയത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ MLA രംഗത്തെത്തിയിട്ടുള്ളത്. കൊച്ചി മുതൽ ധനുഷ്കോടി വരെ വരുന്ന ഈ പാത NH85 ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ ഫണ്ടുകൾ മുടക്കിക്കൊണ്ട് പണികൾ ആരംഭിച്ചിട്ടുള്ളതും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് ഈ റോഡ് ഞങ്ങളുടെയാണ്, പക്ഷേ ഈ റോഡ് റീജിയണൽ ഓഫീസ് വരെ മാത്രമേ ഞങ്ങളിപ്പോൾ പണിയുള്ളൂ. ബാക്കി വരുന്ന ഏകദേശം 100-200 മീറ്റർ വരുന്ന റോഡും പാലവും ഞങ്ങൾ പണിയത്തില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അത് ശരിയല്ല. ആ പാലം കൂടെ പുതുക്കി പണിയണം, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA എന്ന നിലയ്ക്ക് പ്രോജക്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തിരക്കേറുന്നതോടെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ടൗണിൽ ഗതാഗതക്കുരുക്കിനും ഇടവരും. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പുപാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകളിൽ ഇരുമ്പുപാളികൾ നിർത്തിയാണ് പാലം നിർമ്മിച്ചത്. സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി. ഈ പാലത്തിലെ കുഴികളാണിപ്പോൾ യാത്രക്കാർക്ക് തലവേദനയായിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി നെടുങ്കണ്ടം മെഴുകുംവയലിൽ ഉരുൾപൊട്ടലിന് സമാനമായി ഭൂമി ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. 1/2 കിലോമീറ്ററോളം ഭൂമി ഒലിച്ചുപോയി. 3 ഏക്കറിൽ അധികം കൃഷിഭൂമി നശിച്ചു. മണ്ണൊലിച്ചു പോയതോടെ സമീപത്തെ റോഡും അപകടാവസ്ഥയിലായി. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ എഴുകുംവയൽ കുട്ടൻകവല റോഡിന് സമീപം വെള്ളമൊലിച്ചിറങ്ങി ഭൂമി പൂർണ്ണമായും ഇടിഞ്ഞു പോവുകയായിരുന്നു. 3 ഏക്കറിലധികം കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത്. കുറ്റിയാനിയിൽ സണ്ണി, ചെമ്മരിപ്പള്ളി അനീഷ് എന്നിവരുടെ കൃഷിഭൂമികളാണ് ഒലിച്ചുപോയത്. കുരുമുളക്, ഏലം, കാപ്പി തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്ന ഏലം, കുരുമുളക് മുതലായ കൃഷികൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ട് നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. പ്രദേശത്ത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ കുട്ടൻകവല മലർവാടിപ്പടി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി എഴുകുംവയൽ കുട്ടൻകവല റോഡും അപകടാവസ്ഥയിലായി. 500 മീറ്റർ മാത്രം അകലെ മറ്റൊരു വീടും സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി വലിയ മണ്ണിടിച്ചിലായിരുന്നുവെങ്കിൽ ഈ വീടും അപകടത്തിൽപ്പെട്ടേനെ. 2018 ഇതിന് തൊട്ടടുത്ത് ഉരുൾപൊട്ടി വീട് സഹിതം നശിച്ചിരുന്നു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കൃഷിനാശത്തിനടക്കം നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മണ്ഡലത്തിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയതായി ഉടുമ്പൻചോല MLA MM മണി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനങ്ങൾ ഒരേപോലെ നടപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ നേരിട്ട സാമ്പത്തിക പരാധീനതകൾക്കിടയിലും അത്തരം പരിമിതികൾ മറികടന്ന മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയ്യാൻ കഴിയുന്ന കാര്യം, പക്ഷെ സാമ്പത്തിക പരാധീനതകളെല്ലാം ഉണ്ട്. ഗവൺമെന്റ് സാമ്പത്തിക പരാധീനതകളുടെ സ്വാഭാവികമായി ഗ്രാമപഞ്ചായത്തിന് അതിന്റെ പരാധീനതയുണ്ടാവും. അത്തരം പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഒരു പരമാവധി കാര്യങ്ങൾ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ചെയ്യാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 1.25 കോടി രൂപ ചെലവിലാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന മാർക്കറ്റ് സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. 61,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളായാണ് വനിതാ മാർക്കറ്റ് സമുച്ചയം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് 1.5 കോടി രൂപയും രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, P രാജാറാം, ആശാ സന്തോഷ്, വിമലാദേവി, M ഈശ്വരൻ, മഞ്ജു ബിജു, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MN ഹരിക്കുട്ടൻ, KK തങ്കച്ചൻ, P രവി, പീറ്റർ അങ്ങാടിയത്ത്, VV കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ അജിതകുമാരി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TK കാഞ്ചന തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടതുപക്ഷത്തിന്റെ ഭൂമി പതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായി UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 28-ന് വൈകിട്ട് 4-ന് രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് നടക്കുന്ന പ്രകടനത്തിന് ശേഷം നടക്കുന്ന സമ്മേളനം UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യുമെന്നും UDF നേതാക്കളായ R ബാലൻപിള്ള, MB ജോസ്, ചാക്കോ നടുക്കുടി, സുധീർ കോട്ടക്കുടി, ഷാജി അമ്പാട്ട് എന്നിവർ പ്രസംഗിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2023 ഗവൺമെന്റ് പുറത്തിറക്കിയ ഭൂവിനിയോഗ ഭേദഗതിയും അതിനെ പിന്തുടർന്നുണ്ടായിരിക്കുന്ന ചട്ടങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ വിചാരണ സദസ്സ് ഈ ഞായറാഴ്ച 28-ാം തീയതി 5 മണിക്ക് രാജാക്കാട് ടൗണിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് UDFിൻ്റെ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അവരാണ്. ഈ സമ്മേളനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികൾ UDFിൻ്റെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. UDF മണ്ഡലം ചെയർമാൻ സിബി കൊച്ചുവെള്ളാട്ട്, കൺവീനർ ജോഷി കന്യാക്കുഴി, നേതാക്കളായ ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റടി, KS ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഭൂനിയമ ചട്ട ഭേദഗതി ചർച്ചയായി ഗ്രാമീണ വായനശാലയായ കോമ്പയാർ സംസ്കാര പോഷിണി വായനശാല. നവകേരളവും ഭൂനിയമ ചട്ട ഭേദഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടാണ് വായനശാല വിഷയം ചർച്ചയാക്കുന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന സെമിനാറിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. മലയോര ജില്ലയായ ഇടുക്കി ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന വിഷയമാണ് ഭൂനിയമ ചട്ട ഭേദഗതി. കുടിയേറ്റ ഗ്രാമമായ കോമ്പയാറിലെ ജനങ്ങൾക്കും വിഷയത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. KPCC മീഡിയ വക്താവ് സേനാപതി വേണു, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളായ ശ്രീനഗരി രാജൻ, PN വിജയൻ, സിജോ നടക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ സെമിനാറിന്റെ ഭാഗമാകും. സംസ്കാര ഭൂഷണി ലൈബ്രറിയുടെ കമ്മിറ്റി നമ്മുടെ സമകാലീന വിഷയങ്ങളിൽ മുൻകാലങ്ങളിലും ഇതുപോലെ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
കേരളത്തിലെ പൊതു സമൂഹത്തെ ബാധിക്കുന്ന, പൊതു സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന, പൊതു സമൂഹം യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി എല്ലാ വിഷയങ്ങളിലും സെമിനാറുകളും ചർച്ചാ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റ് കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിക്കുന്ന ലൈബ്രറിയാണ് കോമ്പിയാർ സംസ്കാരഭൂഷണി ലൈബ്രറി. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ അധ്യാപക അവാർഡിന് അർഹനായ കോമ്പിയാർ സെൻറ് തോമസ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജിന് കോമ്പിയാർ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദന യോഗവും ചേരും. ഇതോടൊപ്പം നടക്കുന്ന പരിപാടി 28-ാം തീയതി ലൈബ്രറി സംഘടിപ്പിച്ചുള്ള ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലിന് അനുബന്ധിച്ചുള്ള സെമിനാറിൽ ഈ ലൈബ്രറിയുടെ മുൻ സെക്രട്ടറിയും ആയിരുന്നു, ഇപ്പോൾ ലൈബ്രറിയുടെ കമ്മിറ്റി അംഗം കൂടിയായ കോമ്പിയാർ സെൻറ് തോമസ് LP സ്കൂളിലെ പ്രഥമാധ്യാപകനായ ബിജു ജോർജിന് LP വിഭാഗത്തിൽ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ലൈബ്രറി നടത്തുന്ന ഈ പരിപാടിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ എല്ലാ സാമുദായിക രാഷ്ട്രീയ മതസംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു അനുമോദനം കൂടി നൽകുന്നുണ്ട്. സെമിനാറിലും അനുമോദന പരിപാടിയിലും 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് സംസ്കാര പോഷണി വായനശാല പ്രസിഡന്റ് N ഓമനക്കുട്ടൻ, സെക്രട്ടറി S മനോജ് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 27 മുതൽ ഒക്ടോബർ 5 വരെ വിവിധ ദിവസങ്ങളിൽ വിവിധ വേദികളായി നടത്തപ്പെടുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. 27 രാവിലെ 9 രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമാകുന്നത്. 28 രാവിലെ 9 മുതൽ NRCT SNV സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ക്രിക്കറ്റ് മത്സരങ്ങളും നടക്കും. ഒക്ടോബർ 3 രാവിലെ 10 മുതൽ ചെറുപുറം VSB ബാഡ്മിൻ്റൺ അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നടക്കും. 4 രാവിലെ 9 മുതൽ NRCT സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കായിക മത്സരങ്ങളും ഉച്ചകഴിഞ്ഞ് 2 മുതൽ വടംവലി മത്സരങ്ങളും നടക്കും. 5 രാവിലെ 9 മുതൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കലാമത്സരങ്ങളും വൈകിട്ട് 5 സമാപന സമ്മേളനവും നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 15-നും 40-നും മധ്യ പ്രായമുള്ള യുവജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നമ്മുടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം 2025 ഇത്തവണയും നല്ല വിപുലമായ രീതിയിൽ തന്നെ നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഘാടക സമിതി വിളിച്ചുകൂട്ടി ആളുകളുടെ അഭിപ്രായ പ്രകാരം നല്ല സ്പോൺസർമാരെയൊക്കെ കണ്ടുപിടിച്ച് തന്നെ നല്ല രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 27-ാം തീയതി മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വിവിധ സ്റ്റേജുകളിൽ വിവിധ ഡേറ്റുകളിലായിട്ട് പല പരിപാടികളും നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. രാജാക്കാട് പഞ്ചായത്തിലെ കേരളോത്സവം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27, 28, അതിൻ്റെ 2ാം ഘട്ടം ഒക്ടോബർ മാസം 3, 4, 5 തീയതികളിൽ വിവിധ വേദികളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വിവിധ കലാ കായിക രചനാ മത്സരങ്ങൾ കേരളോത്സവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, സെക്രട്ടറി S അജ്മൽ, പഞ്ചായത്ത് അംഗം CR രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കുമ്പമ്പാറയിൽ പണി കഴിപ്പിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർദ്ധക്യത്തിൽ ജീവിതത്തിലുണ്ടാകാനിടയുള്ള ഒറ്റപ്പെടലും ഏകാന്തതയും ഒഴിവാക്കുന്നതിനും വയോജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയെ തന്നെ സജീവമാക്കി നിർത്തുന്നതിന് അവസരമൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തും 1-ാം വാർഡായ കൂമ്പൻപാറയിൽ പകൽ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക് ഏവർക്കും. നീണ്ട നാളത്തെ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് പകൽ വീടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ അങ്ങനെ പറയാൻ കാരണം 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ഗവിംബർ ഒരു പരാതിയായിരുന്നു. പകൽ വീടിന് ഫണ്ടൊക്കെ അനുവദിച്ചാൽ പോലും എൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് അന്ന് തുടങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ നിറവേറുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ, വാർഡംഗം എബിൻ കുറ്റപ്പാല, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, DCS ഭാരവാഹികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, എറണാകുളം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധാർ സേവനങ്ങൾ, തപാൽ വകുപ്പിന്റെ വിവിധ സ്കീമുകളിൽ ചേരുന്നതിനുള്ള സൗകര്യം, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആളുകളിലേക്ക് അവബോധം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, എറണാകുളം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ICDS അടിമാലി ബ്ലോക്കിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ള അംഗൻവാടി ടീച്ചർമാർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് അംഗൻവാടി മുഖാന്തരം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയതിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനം നടത്തി നിങ്ങൾ ക്ലാസ് നൽകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ
പോഷൻ അഭിയാൻ എക്സിബിഷനും ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഇന്നലെ ആരംഭിച്ച പരിപാടി നാളെ സമാപിക്കും. ശൈശവകാല പോഷണം, ഉപഭോക്താക്കളുടെ അവകാശങ്ങളും, RBI ഓംബുഡ്സ്മാൻ സ്കീമും, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യവും ആയുർവേദവും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ICDS ഭാരവാഹികൾ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ച ഹൈമാർസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഉടുമ്പൻചോല MLA MM മണി ഹൈമാർസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 8ഓളം ഹൈമാർസ് ലൈറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായി അനുവദിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വിവിധയിടങ്ങളിലായി 8 ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളത്. 18.80 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. രാജകുമാരി നോർത്ത് അമ്പലപ്പടിയിൽ നടന്ന ചടങ്ങിൽ MM മണി MLA ഹൈമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകുളിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. നവകേരളം ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നെടുമറ്റത്ത് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം ശുചിത്വ കേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത്. യാത്രികർക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി യാത്ര തുടരുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതയായ പൂപ്പാറ അടിമാലി റോഡിനോട് ചേർന്നാണ് വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. നടുമറ്റത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് 40.50 ലക്ഷം രൂപയാണ് ചെലവ്. ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷവും 5 ലക്ഷം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും 5.5 ലക്ഷം ഗ്രാമപഞ്ചായത്തും ഫണ്ടുകൾ വിനിയോഗിച്ചാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഈ പ്രദേശത്തെ നിവാസികൾക്ക് ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് എൻ്റെ തോന്നുന്നത്. ഇത് നന്നായി സംരക്ഷിച്ചില്ലേ മഹാവൃത്തികേട് പോകും. അതുകൊണ്ട് സഹാവൃത്തികേട് ചെയ്യും. അതുകൊണ്ട് ഇത് നന്നായി സംരക്ഷിക്കുന്ന ഈ പ്രദേശത്തെ നിവാസികൾ പ്രത്യേകം അതിനൊരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കിയാലും. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകുളിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KJ സിജു, P രാജാറാം, ആശ സന്തോഷ്, വിമലാദേവി, M ഈശ്വരൻ, മഞ്ജു ബിജു, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MN ഹരിക്കുട്ടൻ, KK തങ്കച്ചൻ, P രവി, പീറ്റർ അങ്ങാടിയത്ത, സോജൻ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ അജിതകുമാരി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TK കാഞ്ചന തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ, വെള്ളി ഗ്രാമിന് 150 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് A രാജ MLA.
നെടുങ്കണ്ടം മെഴുകും വയലിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഭൂമി ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മണ്ഡലത്തിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയതായി ഉടുമ്പൻചോല MLA MM മണി. ഇടതുപക്ഷത്തിന്റെ ഭൂമി പതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായി UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.